സ്പെഷ്യൽ ആകാമെന്ന് വിചാരിച്ചു. സൺഡേയിൽ എല്ലാ സൺഡേയും സ്പെഷ്യൽ എന്താ സൺഡേ സ്പെഷ്യൽ ആകണമല്ലോ അല്ലേ? ഞാൻ ഓൺ വോയിസിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്പെഷ്യൽ മഞ്ഞളൊക്കെ ഇട്ട് നമുക്ക് വേവിക്കാൻ വെക്കും. പിന്നെ അടുത്ത ബീഫ് നമുക്ക് പന്നിയും കൂടെ കുറേ വേവുണ്ടല്ലോ പന്നിക്ക് അല്ലേ? 5-6 വിസിലെങ്കിലും അടിക്കണം. അപ്പം നമുക്ക് വേവിക്കാൻ വെക്കാം. എത്ര കഴിഞ്ഞാലും വെള്ളമുണ്ട് പന്നിയിലല്ലേ, നല്ല വെള്ളം. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞിടാം. പന്നിക്കൊന്നും ഇഷ്ടമില്ലാത്തവർ കാണുന്നുണ്ട് കേട്ടോ. പന്നി ചിലർക്ക് ഇഷ്ടമില്ലല്ലോ കഴിക്കാൻ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മസാലപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. മൊത്തത്തിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വേവിക്കാൻ വെക്കാം. വേവിച്ചിട്ട് പിന്നെ നമുക്ക് അരപ്പൊക്കെ ഇട്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള റെഡിയാക്കണം. എല്ലാവരും കമൻ്റൊക്കെ ഇടണേ, സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും പരസ്പരം അങ്ങോട്ടൊക്കെ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് എല്ലാവർക്കും കുറവാണല്ലേ. ഇപ്പോൾ ഫോളോവേഴ്സ് കുറേ പേരുണ്ടെങ്കിലും കുറേ പേരില്ല, 3000. അത് നമുക്ക് അത്രയും സപ്പോർട്ട് കിട്ടണില്ല കേട്ടോ. മാക്സിമം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പോവാം, നല്ല പ്രയോജനമുണ്ട്. അപ്പം ഞാൻ അരിഞ്ഞിട്ട് റെഡി ആയിട്ട് വരും. ഇതിൻ്റെ കപ്പ നമുക്ക് റെഡിയായതാണ്. നന്നായിട്ട് വെന്ത് 2 വിസിലടിച്ചപ്പോൾ കപ്പ വെന്തു. ഞാൻ തേങ്ങയും അരപ്പിടാം.
നമ്മുടെ പന്നിയും ഒരു 5-6 വിസിലടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. നമുക്കിനി അതിലേക്ക് വേണ്ട സവോളയൊക്കെ വഴറ്റണ്ടേ, ഒക്കെ വഴറ്റാം. 2 കുക്കറുണ്ട്. ഇതാന്ന് പറയുമ്പോൾ കാര്യം നടക്കും. കപ്പയായി കറിയായി. പന്നീർ നല്ല നെയ്യുണ്ട്. ഞാൻ പക്ഷെ നെയ്യ് എടുത്ത് ഉരുക്കാനായിട്ട് മറന്നുപോയി. നെയ്യിൽ കഷ്ണങ്ങൾ നമ്മൾ ആദ്യം ചീനച്ചട്ടിയിലേക്ക് ഇങ്ങനെ ചൂടാക്കുമ്പോൾ നെയ്യെല്ലാം ഉരുകി വരൂലേ. പക്ഷെ എല്ലാ പ്രാവശ്യവും അങ്ങനെ ചെയ്യും. ഞാനിപ്പം വീഡിയോ എടുത്തതുകൊണ്ട് എല്ലാം അങ്ങ് വിട്ടുപോയി. അതായത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കറിയിൽ ഒരുപാട് നെയ്യ് കാണില്ല. ഇപ്പം നല്ല നെയ്യായി. കോൺസെൻട്രേഷൻ വിട്ടുപോയി വീഡിയോ എടുത്തപ്പോഴേ. അതിനകത്ത് ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ നാളെ സ്കൂൾ തുറക്കുമല്ലേ കുട്ടികൾക്ക്. എല്ലാവരും റെഡിയായി ഇരിക്കുകയായിരിക്കും അല്ലേ പുതിയതായിട്ട് സ്കൂളിൽ പോകാൻ. ആദ്യമായിട്ടൊക്കെ പോകാൻ ഭയങ്കര സന്തോഷമായിരിക്കും. പുതിയ ബാഗും പുസ്തകവും അല്ലേ. നമ്മളൊക്കെ പോയപ്പോൾ നമ്മൾ ഡ്രസ്സ് ആലോചിച്ചു. ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വളരുമെന്നൊക്കെ പറഞ്ഞേ. അതിൻ്റെ അകത്ത് കുരുമുളക് പൊടി ഇച്ചിരി മുളക് പൊടി ഇട്ടിന് ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് മസാലപ്പൊടി ഇട്ട് വേണ്ട. ഞാൻ മറ്റേ പന്നിന്ന് ഇത്രയും നെയ്യ് ഊറ്റിയെടുത്ത് ഇനിയും കുറച്ച് നെയ്യുണ്ട്. 1 കിലോ പന്നിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല ആദ്യം ഞാനത് മറന്നുപോയി ഉരുക്കിയെടുക്കാനായിട്ട്. അങ്ങനെ അത്രയും നെയ്യെടുത്ത് മാറ്റി വെച്ച് അത് കിടന്നാൽ നമുക്ക് ഫുള്ള് നെയ്യായിരിക്കും. കറിയിൽ ഗ്രേവി ആയിട്ടൊന്നും കാണില്ല. ഫുള്ള് നെയ്യ് പൊങ്ങിക്കിടക്കും. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. 6 വിസിലടിച്ചില്ലേ. നല്ലതായിട്ട് വെന്ത് കപ്പയെല്ലാം റെഡിയായി. ഞാൻ കുഴച്ച് വെച്ചു. അങ്ങനെ ഈ അരപ്പും കൂടെ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചില 5 മിനിറ്റായാലും ചിലപ്പോൾ വേവൂലേ. ഇത് നന്നായിട്ട് വെന്തു. അപ്പോൾ ഇനി നമുക്കിത് അരപ്പെല്ലാം കൂടി ഇട്ടത് കൊണ്ട് ജസ്റ്റ് ഒരു കൂടെ അടിച്ചിട്ട് ഓഫ് ചെയ്യും. അപ്പം കറി ഓക്കെ ആവും. എന്നിട്ട് കാണാമേ. അങ്ങനെ പന്നി റെഡി ആയിട്ടുണ്ട്. ഇതാ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ കപ്പ എടുത്തിട്ടുണ്ട്. കഴിക്കാം. കൊതി വരുന്നുണ്ടോ? സാരമില്ല കേട്ടോ, കഴിക്കട്ടെ. എനിക്ക് നാടൻ ഭക്ഷണത്തിനോട് ഇഷ്ടം. ആക്ച്വലി ഐ എം എ വെജിറ്റേറിയൻ.
മീനിൽ ഒരു മീനേ കഴിക്കുള്ളൂ, കരിമീൻ മാത്രം കഴിക്കും. ഫിഷ് ബാക്കി മട്ടനും കഴിക്കില്ല, ചിക്കനും കഴിക്കില്ല. മീൻ വന്ന് വീട്ടിലുണ്ടാക്കില്ലേ, ഇങ്ങനെ പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കും. പൊള്ളിച്ചത് മാത്രം അത് ഉണ്ടാക്കുമ്പോൾ മാത്രം ഒരു കഷ്ണം